സിമി തുടങ്ങാം. സിമി എത്തിയില്ലേ? ഹലോ സിമി. ഹലോ. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. മൂത്തുകുന്നം SNM ട്രെയിനിങ് കോളേജിലെ ലിറ്റററി ക്ലബും ലൈബ്രറി റീഡേഴ്സ് ഫോറവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പ്രതിവാര പുസ്തക നിരൂപണ പുസ്തക ചർച്ചയാണ് വ്യാഴാഴ്ച വായനാഴ്ച. പ്രവൃത്തി ദിവസങ്ങളായ എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി ഇത് 4ാമത്തെ അധ്യയന വർഷമാണ് പുസ്തകങ്ങളെക്കുറിച്ചും രചയിതാവിനെ കുറിച്ചും പുസ്തക പ്രേമികൾ ഒത്തുകൂടി ചർച്ച ചെയ്യുന്നത്. എഴുത്തുകാരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഓൺലൈൻ ഇടമായി വ്യാഴാഴ്ച വായനാഴ്ച മാറിക്കഴിഞ്ഞു. ഒരു പുതിയ ലക്കം വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി സ്വാഗതം പറയുന്നതിന് എൻ്റെ പ്രിയ കൂട്ടുകാരിയും സഹപാഠിയുമായ 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി അഖിലയെ സ്വാഗതം ചെയ്യുന്നു. അഖില കോഴിക്കോട് സ്വദേശിനിയാണ്. മലയാളം ബിരുദാനന്തര ബിരുദത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം റാങ്ക് ജേതാവ് കൂടിയാണ്. പുസ്തകങ്ങളെ ഏറെ സ്നേഹിക്കുന്ന അഖിലയെ പുസ്തകപ്രേമികളുടെ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുവാനായി ക്ഷണിക്കുന്നു. ചെറുവയൽ രാമൻ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇടുക്കി ഡയറ്റിലെ അധ്യാപകനുമായ അജീഷ് കുമാർ സാറാണ്. അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പരിപാടി കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി അഖില. അടുത്തതായി പുസ്തക അവതരണമാണ്. ചെറുവയൽ രാമന്റെ ആത്മകഥയാണ് ഇന്നിവിടെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ പുസ്തകത്തിന്റെ വായനാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ SNM ട്രെയിനിങ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും തൊടുപുഴ ഡയറ്റിലെ അധ്യാപകനുമായ അജീഷ് കുമാർ സാറിനെ ഏറെ സ്നേഹപൂർവ്വം പുസ്തക നിരൂപണത്തിനായി ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കൃഷ്ണകുമാർ സാറ്, കോളേജിലെ എൻ്റെ ബഹുമാനപ്പെട്ട അധ്യാപകരെ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെറുവയൽ രാമേട്ടൻ, അതുപോലെ കോളേജിലെ കുട്ടികൾ, അതുപോലെ എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുറേ കുട്ടികളുണ്ടാവും. അവരെല്ലാവരെയും ഓർക്കുന്നു. ഇന്നൊരു വളരെ നല്ലൊരു ദിവസമാണ്. കൃഷ്ണകുമാർ സാറിൻ്റെ എന്നും എഴുതുന്ന ആ ടാഗ് ലൈൻ പോലെ കഴിഞ്ഞ ഞങ്ങളുടെ കുട്ടികളും
എൻ്റെ ഭാര്യ, അതുപോലെ ഞങ്ങൾ ലൈബ്രറിയൻ ജോർജ് സാറ് എല്ലാവരും കൂടെയും ചെറുവയൽ രാമേട്ടൻ്റെ വീട്ടിലെത്തുകയും അവിടെ ഒരു പകുതി ദിവസത്തോളം ഞങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു. ഞങ്ങൾ വളരെ മടിച്ചാണ് അവിടുന്ന് പോരുന്നത്. അതുപോലെ ഞങ്ങൾ പോന്നപ്പം വീട്ടിൽ വന്ന അടുത്ത ബന്ധുക്കൾ പോകുന്നത് പോലെ ഞങ്ങൾ നോക്കി നിൽക്കുന്ന രാമേട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ എത്തുന്ന എല്ലാവരുടെയും ഒരവസ്ഥ അത് തന്നെയാണ്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നെല്ലിനെ കുറിച്ച് ഗവേഷണം ചെയ്യുന്ന ആളുകളുണ്ട്. രാമേട്ടൻ്റെ സെക്രട്ടറി കൂടിയായി വർക്ക് ചെയ്യുന്ന തങ്കമണി, അതുപോലെ മകനുണ്ടായിരുന്നു, അദ്ദേഹമാണ് ഇപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ. നമുക്കൊരു അത്ഭുതം തോന്നും. ഇപ്പോൾ രാമേട്ടൻ്റെ പുസ്തകത്തിലെ വിത്ത് എന്ന മഹാത്ഭുതം എന്ന പോലെ തന്നെ അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് വീണ്ടും ഒരു അത്ഭുതമാണ്. ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. ഇതിന്റെ 1-2 കോപ്പിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് എത്തിയത്. ഞങ്ങൾ അങ്ങ് പോകുന്ന വഴിക്കും ഈ പുസ്തകം വായിച്ചിട്ടൊക്കെയാണ് പോയത്. വയനാട്ടിലോട്ട് പോകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അദ്ദേഹത്തെ കാണുക എന്ന് തന്നെയാണ്. ഈ പുസ്തകത്തിന്റെ ഒരു ടൈറ്റിൽ ചെറുവയലും 100 മേനിയും എന്നാണ്. ഒരുപക്ഷെ സ്വന്തം ജീവിതത്തിൽ 100 മേനി കൊയ്ത ഒരാളാണ് രാമേട്ടൻ. ഇനിയും പലതും കൊയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ഒത്തിരി സൺഡേ സപ്ലിമെന്റിൽ അതുപോലെ ഒത്തിരി സ്ഥലത്തെല്ലാം കണ്ട ഒരാളാണ് രാമേട്ടൻ. പക്ഷെ ഇവിടുന്ന് അവിടെ ചെല്ലുന്നത് വരെ നമുക്ക് രാമേട്ടനൊരു പത്മശ്രീ കിട്ടിയ ഒരാളും ഒക്കെയാണ്. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു അച്ഛനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഒരു മുത്തശ്ശനെ പോലെ നമുക്ക് തോന്നുന്ന ഒരാളാണ്. എൻ്റെ കുട്ടികളുടെയും അനുഭവം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വൈകാരികമായി പോകാറുമുണ്ട്. ഞാൻ അതിനുശേഷം ഒത്തിരി പേരോട് ഈ പുസ്തകത്തെക്കുറിച്ച് പറയുകയും ഈ പുസ്തകം വാങ്ങിക്കാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരുപക്ഷെ രാമേട്ടന് വിത്ത് കിട്ടിയ പോലെയാണ് ഈ പുസ്തകം നമുക്ക് കിട്ടിയതെന്ന് പറയാം. ഇതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു കൗതുകത്തിന്റെ പേരിൽ നെൽവിത്തുകൾ ശക്തമായൊരു വരിയാണ്. ഇതിന്റെ അവസാന ഭാഗത്തായിട്ടാണ് അങ്ങനെ പറയുന്നത്. അതിനുള്ള കാരണമൊക്കെ ഇതിനകത്ത് നിരന്തരം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ഈ പത്മശ്രീ വരുത്തിയ ഒരു മാറ്റം എന്താണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അവസാനത്തെ അധ്യായത്തില്. ഈ പത്മശ്രീ നൽകിയ ഊർജം എന്നാണ് ആ യൂണിറ്റിന്റെ പേര്. അത് ആളുകളൊക്കെ, മക്കളോടൊക്കെ, ഇദ്ദേഹം ഒരു വാർഡ് മെമ്പർ ആയിരുന്ന ആളല്ലേ, എന്തിനാണ് ഇങ്ങനെ നെൽവിത്തുകൾ ശേഖരിച്ച് സ്വന്തം പാടത്ത് കൃഷി ചെയ്യുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ വീട് തന്നെ വളരെ അത്രയും പഴക്കം ചെന്ന ആ വീട് അങ്ങനെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പകുതിയോളം സ്ഥലം അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന്, വീട്ടിലേക്ക് ആവശ്യത്തിന് കൃഷി ചെയ്യുമ്പോൾ ബാക്കി പകുതി സ്ഥലം ഇങ്ങനെ കോളം തിരിച്ച് ഈ 55 ഇനം വിത്തുകൾ നട്ട് സൂക്ഷിക്കാനായിട്ട്. നമുക്കറിയാം നെല്ലിന്റെ വിത്ത് അധികകാലം സൂക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ അത് വീണ്ടും നട്ടതിന് ശേഷമാണ് അത് വീണ്ടും സൂക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ വിത്തായിട്ട് നൽകാൻ അദ്ദേഹം എപ്പോഴും തയ്യാറുമാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങളുടെ അച്ഛന് ഭ്രാന്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു മറുപടി ആയിരുന്നു ഈ പത്മശ്രീ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് വളരെ പ്രസക്തമായ കാര്യമായതുകൊണ്ട് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ യൂണിറ്റിന്റെ 1-ാമത്തെ അധ്യായം ചെറുവയൽ രാമൻ എന്ന ഞാൻ എന്നാണ്. അതിനകത്ത് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ചാപ്റ്ററാണ്. അതിനകത്ത് ഒരു ചെറിയ ഭാഗം മാത്രം വായിക്കാം. ഞാൻ ഈ പുസ്തകം വായിച്ചു പോകുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. കാരണം എൻ്റെ വിശദീകരണത്തെക്കാൾ കൂടുതൽ ഈ പുസ്തകം നിങ്ങളോട് സംസാരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളും തലക്കര കുലത്തിലുള്ളവരാണ്. കേരളവർമ്മ പഴശ്ശിരാജയുടെ പടനായകനായിരുന്ന തലക്കര ചന്തുവിന്റെ പിൻഗാമികൾ. അദ്ദേഹത്തിന്റെ ഒരു മരുമക്കൾ എന്ന് പറയാം. തലക്കര കുടുംബത്തിന്റെ താവഴിയാണെന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. കൊടുമയിൽ തറവാടിന്റെ കീഴിലാണ് ചെറുവയൽ മുറ്റം. അപ്പൊ അദ്ദേഹത്തിന്റെ
അത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ഒരു സ്ത്രീ ചിന്തയുടെയും ഫെമിനിസത്തിന്റെ ഒക്കെ ഒരു കാലത്ത്, അല്ലെങ്കിൽ അതിന്റെ ഒരു പോസ്റ്റ് ഫെമിനിസ്റ്റ് കാലത്ത് നമ്മൾ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. കല്യാണം കഴിച്ചു വരുന്ന പെണ്ണിന്റെ കാര്യത്തിൽ പയ്യന്റെ കുടുംബക്കാർക്കും പെണ്ണിന്റെ കുടുംബക്കാർക്കും വലിയ ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല, കല്യാണം കഴിക്കുന്ന സ്ത്രീ വീട്ടുകാർ പെണ്ണിനെ എവിടെ നിന്നാണോ കൊണ്ടുവന്നത് അവിടെ തിരിച്ചു കൊണ്ടുവന്ന് വിടും. ഭർത്താവല്ലാട്ടോ, ആ വീട്ടുകാര്. അവരെ സംരക്ഷിക്കേണ്ടതും പോറ്റേണ്ടതുമെല്ലാം ഭർത്താവാണെങ്കിലും അതിന്റെ മേൽനോട്ടം മുതിർന്നവർക്കായിരുന്നു, അല്ലെങ്കിൽ കുടുംബത്തിനായിരുന്നു. സ്ത്രീകൾക്ക് ദോഷമായതും സംഭവിക്കാൻ പാടില്ല എന്ന് ഉറപ്പാക്കുന്നതിനായിരുന്നു ഇത്തരം വ്യവസ്ഥകൾ. ഭാര്യയെ തല്ലുകയും ചീത്തറുകയും ചെയ്യുന്നവരില്ലെന്നല്ല, എങ്കിലും അതിനൊരു പരിധി ഉണ്ടായിരുന്നു. അവരെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്നത് സമൂഹം അംഗീകരിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്താൽ ഭർത്താവിന്റെ വീട്ടുകാർ പെണ്ണിനെ അവരുടെ വീട്ടിൽ തിരികെ കൊണ്ടുവിടും. അങ്ങനെ ആ വിവാഹിത സ്ത്രീയെ തിരിച്ചവരുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കുന്നതിന് വെള്ളത്തടവ് വെക്കുക എന്നാണ് ഞങ്ങൾ പറയുക എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ സംഭവിച്ച കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അപ്പം ഇത് നോക്കൂ, ആ ഒരു കാലത്ത് ആദിമനിവാസികളായ ആളുകളുടെ ജീവിതത്തില് സ്ത്രീകളെ എങ്ങനെയാണ് പരിഗണിച്ചിരുന്നത് എന്ന് സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊക്കെ മാതൃകയായ ഒരു ജീവിതം അവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന ഭാഗമാണിത്. അതാണ് അതിന്റെ പ്രത്യേകത. നിങ്ങൾ പുസ്തകം അത് വായിക്കുക. അതുപോലെ 15 ഈ പ്രകൃതിക ഭൂമി അവിടുത്തെ കാർന്നോർ അന്ത്രോർ എന്നൊക്കെ ആണ് അദ്ദേഹം പറയുക. എന്റെ ജീവിതത്തിൽ ഞാനത് പകർത്തി. മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. ഒരു പക്ഷേ ഇങ്ങനെ മാറ്റത്തിന് വിധേയമാകാതെ അങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഒരാളെ നമുക്ക് കാണാം. അതിന് മറ്റൊരു ഉദാഹരണം അറിയാവോ? ഇപ്പം 2-3 കാര്യം ഇതിനകത്ത് പറയും. ഇപ്പൊ ഇദ്ദേഹത്തിന് കണ്ണൂർ DM ഓഫീസിൽ വാർഡനായിട്ട് ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ അതിന് അദ്ദേഹം പോകാൻ തയ്യാറായില്ല. കാരണം അമ്മാവൻ പറഞ്ഞു, ഇവിടെ ഇത്രയും 10-22 ഏക്കറോളം സ്ഥലവും അതുപോലെ ഇത് അദ്ദേഹത്തിനാണ് ആ വീട്ടിൽ നന്നായിട്ട് കണക്കറിയാവുന്നേ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കഴിവുള്ള ഒരാള് ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയാണ് വേണ്ടതെന്ന് അമ്മാവൻ പറഞ്ഞപ്പോൾ ജോലിക്ക് പോകാതെ, ഗവൺമെന്റ് ജോലിക്ക് പോകാതെ അവിടെ നിന്ന് ആ കുടുംബത്തെ നോക്കിയ ഒരാളാണ്. മറ്റൊരു ഉദാഹരണം പറയാം, പുസ്തകത്തിൽ തന്നെ പറയുന്ന, ഇദ്ദേഹം സിനിമ കാണാൻ പോയപ്പോൾ പിന്നെ സിനിമ കാഴ്ച നിർത്തി. കാരണം എന്താണെന്നറിയാമോ? അതിനകത്ത് ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്ന ഒരു സീൻ വന്നപ്പോൾ കൂടെ സിനിമ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ പറഞ്ഞു, നമുക്കും ഈ ഒരു ചാൻസ് കിട്ടിയില്ലല്ലോ എന്ന്. അപ്പൊ സിനിമ ഇത്തരത്തിൽ ഒരു മോശം കാര്യം നടക്കുന്ന ഒരു കുട്ടികളുടെ ഇടയിൽ അങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം പറഞ്ഞു, സിനിമ കാണൽ നിർത്തിയെന്ന്. അപ്പൊ അത്രയും ഇങ്ങനെയുള്ള സാമൂഹിക ബോധമുള്ള ഒരാളെ നമുക്ക് ഈ പുസ്തകത്തിൽ നന്നായി കാണാം. അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടി വ്യക്തമാവുന്നുണ്ട്. അപ്പൊ ഈ സിനിമകൾ നിർത്തി എന്നുള്ളതിനകത്ത് 17ാമത്തെ പേജിലാണ് കേട്ടോ അത് പറയുന്നത്. അദ്ദേഹം ഏത് സിനിമയാണെന്ന് അദ്ദേഹം ഓർക്കുന്നില്ല. പക്ഷെ ആ ഭാഗം നിങ്ങൾ വായിക്കണം. ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. നമ്മളൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിൽ ഇത്തരം രംഗങ്ങൾ വരുവാണെങ്കിൽ അത് ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരിക്കും അല്ലേ? പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല. അങ്ങനെ ഒരാളാണ് പിൽക്കാലത്ത് ഒരു പത്മശ്രീ കിട്ടിയ ആളായി മാറുന്നത്. അതിന്റെ ആ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയെല്ലാം കാണാം. സ്വന്തം വീട് സംരക്ഷിക്കുന്ന, സ്വന്തം നാട്ടിൽ നടക്കാൻ പാടാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന ആ ഒരാളാണ് പത്മശ്രീ നേടിയത് എന്ന് നമുക്ക് പിൽക്കാലത്ത് അത്ഭുതമില്ല. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ 31ാമത്തെ പേജിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. അത് ഈ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട, അതായത് നമ്മൾ എന്താ കേട്ടിരിക്കുന്നത്, പഴശ്ശിരാജയെ അല്ലെങ്കിൽ സഹായിക്കുന്നു കുറിച്യർ എന്നാണ്. പക്ഷെ കുറിച്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി പഴശ്ശിരാജയെ കൂട്ടുമായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥ ചരിത്രം. ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് പഴശ്ശിരാജവുമായി ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിയുദ്ധം തുടങ്ങിയതാണ് കുറിച്യർക്ക് പ്രസിദ്ധി കൈവരുന്നത്. അതിലും ചരിത്രപരമായ ചില പിശകുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്
അതായത് കുറിച്യർക്കാണ് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നത്. ആ ഭൂമിക്ക് നികുതി ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്തു കുറിച്യർ, അല്ലെങ്കിൽ അവർക്കെതിരെ പോരാടി. അപ്പോൾ പഴശ്ശിരാജയും ഇതേ കാര്യം ചെയ്യുന്നത് കൊണ്ട് പഴശ്ശിരാജയും ഇവരും ഒരേപോലെ മുന്നേറി എന്നാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നിന്നു എന്നതാണ് ചരിത്രം. പക്ഷെ നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചത് എന്താ? പഴശ്ശിരാജ ഇവരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു രാജാവ് കേന്ദ്രീകൃത ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഈ പുസ്തകത്തിൽ അദ്ദേഹം കുറിച്യരെന്ന ഞങ്ങൾ എന്ന യൂണിറ്റില് അതിനെ തിരുത്തുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഈ പുസ്തകം ഫോക്ലോർ എന്ന രീതിയിലും അതുപോലെ ഈ ഒരു പിൽക്കാലത്ത് ഇത്രയും പ്രസിദ്ധനായ ഒരാളുടെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എത്ര പരാമർശം കൊണ്ടും ശ്രദ്ധിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ യഥാർത്ഥ പ്രസക്തി ഇതൊന്നും അല്ല കേട്ടോ. ഒരുപക്ഷെ ഈ ട്രൈബൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ ട്രൈബൽ ആളുകളുടെ എങ്ങനെയാണ് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ അതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ആദിമ നിവാസികൾ അവർക്കുള്ള പദ്ധതികൾ എങ്ങനെ വേണം എന്നത് 47-ാമത്തെ പേജിൽ ഒരു ഭാഗം ഞാൻ വായിക്കാം. ഈ ഗോത്ര സംസ്കാരം എന്താണോ അതാണ് ഞങ്ങളുടെ നിയമം. ഞങ്ങളിത് നേരിട്ട് അദ്ദേഹത്തിൽ നിന്ന് കേട്ട കാര്യം കൂടിയാട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ട് ആ കാര്യത്തില്. ഗോത്ര സംസ്കാരത്തിൽ കൂട്ടുകുടുംബമാണ്, അതനുസരിച്ച് ഭൂമി തുണ്ടാക്കേണ്ടതില്ല. ആ നിയമത്തെ വളച്ചൊടിച്ച് ഹിന്ദു നിയമം എന്ന പേര് വിളിച്ച് തുണ്ടുകളാക്കി. അപ്പൊ ആദിവാസികൾ എന്താണെന്നോ അവരുടെ ജീവിതം എന്താണെന്നോ എന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും നമ്മുടെ സർക്കാരിന് ഇപ്പോഴും ഇല്ല. ഇത് ഏതെങ്കിലും ഒരു കക്ഷികളെ കുറിച്ചല്ല പറയുന്നത്, ഇതുവരെ ഉണ്ടായിരുന്ന കേരളത്തിലെയും ഒരുപക്ഷെ ഇന്ത്യയിലെയും സർക്കാരുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ സമൂഹത്തെ എങ്ങനെ വളർത്തണമെന്നോ നിലനിർത്തണമെന്നോ അവർക്ക് വ്യക്തമായ ധാരണയില്ല. അതുകൊണ്ടാണ് പണിയർ, അടിയർ, കുറുമർ, നായ്ക്കർ, കുറിച്യർ എല്ലാവർക്കും കൂടി ഒറ്റ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത്. അല്ലെ? നമുക്ക് എല്ലാവർക്കും കൂടി ഒറ്റ പാഠപുസ്തകമാണെന്നും കൂടെ മനസ്സിലാക്കണം. ലോക്കൽ ടെസ്റ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടും എങ്ങും എത്തിയിട്ടില്ല. ഒരു കൂട്ടിൽ തന്നെ മൂർഖനെയും ചേരയെയും ചേനത്തണ്ടനെയും അണലിയെയും ഇടുന്നത് പോലെയാണിത് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതാണ് കേട്ടോ ഈ പുസ്തകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഒരുപക്ഷെ നമ്മളെല്ലാവരും വായിക്കുകയും ഇത് പ്രചരിക്കുകയും ഇത് നമ്മുടെ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു പുസ്തകമായി മാറുവാണ്. എങ്ങനെ വേണം ട്രൈബൽ എഡ്യൂക്കേഷൻ, എങ്ങനെ വേണം ട്രൈബൽ പ്രോജക്റ്റുകൾ എങ്ങനെ വേണം എന്നതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു സാമാന്യമായ അറിവുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ഒരു ബലമുണ്ട്. ആ ബലം ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയത് ഇങ്ങനെ വേണം എന്ന ഒന്ന്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഇതേപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് 53-ാമത്തെ പേജില് ആദിവാസി വിദ്യാഭ്യാസം നേടണം എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ അറിവുണ്ടാകൂ. എന്റെ സമുദായം അതുപോലെ അറിവ് നേടിയാലേ സംസ്കാരം നിലനിൽക്കുകയുള്ളൂ. എന്റെ സമുദായം സംസ്കാരം ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് അടിമയാകുന്നുണ്ട് എന്നുള്ള ബോധവും ആദിവാസിക്ക് ഉണ്ടാകണം. എന്നാൽ ഇപ്പോൾ അത് ഉണ്ടാവുന്നില്ല. ഇവിടെ നിന്ന് IAS IPS ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഈ സമൂഹങ്ങൾ ഉൾപ്പെട്ട ഒരാൾ IAS അല്ലെങ്കിൽ IPS നേടുമ്പോൾ തൊട്ട അയൽപക്കത്തുള്ള ഒരാളെ കൂടി ആ പദവിയിൽ എത്തിക്കാൻ ശ്രമിക്കണം. ദൗർഭാഗ്യവശാൽ ആദിവാസികളുടെ കാര്യത്തിൽ മറിച്ചാണ് സംഭവിക്കുന്നത്. വലിയ പദവികളിൽ എത്തിച്ചേരുന്ന പലരും പിന്നീട് സ്വസമുദായത്തിലേക്കോ പ്രദേശങ്ങളിലേക്കോ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നമുക്ക് ശരൺകുമാർ ലിംബാളയുടെ പുസ്തകം വായിക്കുമ്പം അദ്ദേഹം പിന്നീട് മുന്നോട്ട് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിനെ കുറിച്ചൊക്കെ രാമേട്ടൻ കൂടുതൽ വിശദീകരിക്കുമായിരിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം, കാരണം നമുക്ക് രാമേട്ടനെ കേൾക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ വിത്ത് എന്ന മഹാത്ഭുതം എന്ന യൂണിറ്റ് അത് 137-ാമത്തെ പേജിലാണ്. അതിനകത്ത് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഇതിനു വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ജീവിക്കുന്നത് തന്നെ. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ എങ്ങനെയാണ് ഇദ്ദേഹം എത്തിയത്. അതായത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നും ഒരു ഫാമിലെ ഹോർട്ടിക്കൾച്ചർ ഓഫീസറായിരുന്ന K. രാജന്റെ നേതൃത്വത്തിൽ ഈ പാരമ്പര്യ വസ്തുക്കൾ അന്വേഷിച്ച് ഇദ്ദേഹത്തിന്റെ അടുക്കൽ എത്തുകയും, അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോ വീട്ടില് എല്ലാം ഓരോന്നും വീതം ഉള്ളൂ. ഈ കൊട്ടയാണേലും വട്ടിയാണേലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിന് ഇത്രയും പ്രാധാന്യമുണ്ട്. അത്തരം ചിന്തയാണ് ഇദ്ദേഹത്തെ വിത്ത് എന്ന ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട്, അതായത്
ശേഖരിച്ചും സംരക്ഷിച്ചുമാണ് 2018-20 കാലഘട്ടമായപ്പോഴും ഇപ്പോൾ എന്റെ കൈവശമുള്ള 55ഓളം ഇനം വിത്തുകൾ നിലനിർത്താൻ സാധിച്ചത്. 2010 ആയപ്പോഴേക്കും എന്റെ കയ്യിൽ പരമ്പരാഗതമായ കുറെ നെല്ലിനങ്ങൾ ഉണ്ടെന്ന വിവരം വ്യാപിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തെ ആളുകൾ വന്ന് കാണാൻ തുടങ്ങി എന്നത്. അപ്പം ഈ വിത്ത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ ഈ വിത്തുകള് ഒരുപക്ഷെ രാമേട്ടന്റെ കയ്യിൽ മാത്രമായിരിക്കാം, വേറെ ആരെങ്കിലും രാമേട്ടനെ അനുകരിച്ച് ചെയ്യുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം ഈ വിത്തിന്റെ ധാന്യമണി എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ടെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഒരു പയറിന്റെ വിത്ത് നമ്മൾ വിത്തായിട്ട് എടുക്കുവാണെങ്കിൽ ആ പയറിന്റെ നടുക്കത്തെ ഭാഗം, ഒരു പയറിന്റെ രണ്ടറ്റത്തുമുള്ള അത് ഒഴിവാക്കിയിട്ട് നടുക്കത്തെ വിത്താണ് നമുക്ക് വിതയ്ക്കാനായിട്ട് വിത്തായിട്ട് എടുക്കേണ്ടതെന്നുള്ള ആശയം ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ മറ്റൊരറിവ് ഇതിനകത്ത് ഈ നെല്ലിനങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. മരത്തൊണ്ടി എന്ന് പറയുന്നത് അതാണ് ഒന്നാമത്തെ. 5 മാസം മൂപ്പുള്ള ഈ വിത്തിന് ഏലായുടെ ഏറ്റവും മുകളിലുള്ള വയലായിരിക്കും അനുയോജ്യം. അപ്പം ഇങ്ങനെ തട്ടുതട്ടായിട്ടാണ്, ഏതാണ്ട് ചെരിവുള്ളതാണല്ലോ, നമ്മുടെ ഇവിടുത്തെ പോലത്തെ വയലല്ല അവിടെയുള്ളത്. അപ്പൊ അതിനകത്ത് ഏറ്റവും മുകളിലാണ് ഇത് നടുക. എന്ന് വെച്ചാൽ ഒത്തിരി ചെരിവല്ല കേട്ടോ ഉദ്ദേശിക്കുന്നേ. അത്തരം വയലുകൾക്ക് കുനിവയൽ എന്നാണ് പറയുന്നത്. ഈ പുസ്തകത്തില് ഇതിന്റെ ഒരു ഭാഷയില് ഈ അവിടുത്തെ ഈ കുറിച്യരുടെ ഇടയിലുള്ള ഇത്തരത്തിലുള്ള ഭാഷ നമുക്ക് നിരന്തരം കാണാം. അത് വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുഴച്ചു നിൽക്കുന്നുമില്ല കേട്ടോ, നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ആ വാക്കുകളെല്ലാം നിൽക്കുന്നത്. അവിടെ ചെളിയുടെ അംശം കൂടുന്തോറും ഇവിടെ വിളവിൽ കുറവ് വരും. അതായത് 90% പൂഴിയും 10% ചെളിയുമുള്ള മണ്ണാണ് അനുയോജ്യം. ഈ മരത്തൊണ്ടി എന്ന് പേരുള്ള വിത്തിന്. ഇതിനകത്ത് ഈ പേരുകളൊക്കെ നമുക്ക് പുതിയതായിരിക്കും. ചെന്നല്, ചേറ്റുവെളിയൻ, അതുപോലത്തെ ഗന്ധകശാല എന്ന് ഞാൻ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പാൽത്തൊണ്ടി, വെളിയൻ, അങ്ങനത്തെ ചെന്താടി, മണ്ണുവെളിയൻ, മുണ്ടകൻ എന്ന് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. മുണ്ടകപ്പാടം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എങ്കിലും നമ്മൾ കേൾക്കാത്ത വിത്തുകളുടെ പേരുകളാണ് കൂടുതലുള്ളത്. അപ്പൊ ഇങ്ങനത്തെ വിത്തുകൾ ശേഖരിക്കുകയും അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിനുള്ള പാടത്ത് ഒരു പകുതി സ്ഥലം ഇതിനായിട്ട് മാറ്റിവെക്കുകയും, ഇത് മാറ്റിവെച്ചാൽ മാത്രം പോരാ, എല്ലാ കൃഷി ഇറക്കുമ്പോഴും ഈ വിത്തുകൾ വീണ്ടും നടുകയും അവിടുന്ന് വീണ്ടും നെല്ല് ശേഖരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ കിട്ടിയത്. ഇദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് പ്രിയപ്പെട്ട പുസ്തകമായി മാറുന്നത്. ഇതൊരു പുസ്തകമല്ല കേട്ടോ, ഇതൊരു ജീവിതമാണ്. ചെറുവയൽ രാമേട്ടന്റെ ജീവിതമാണ് കാണിച്ചു തരുന്നത്. ഞാൻ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ സമയം ഞാൻ സംസാരിച്ചു. ഈ അദ്ദേഹത്തെ കണ്ട ഒരു ആവേശവും ഈ പുസ്തകം നമ്മളിൽ ഉണ്ടാക്കിയ ഒരു എഫക്റ്റും ഒക്കെയാണ് അങ്ങനെ സംസാരിക്കാനുള്ള കാരണം. നമുക്ക് അദ്ദേഹത്തെ കേൾക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഒത്തിരി കാര്യങ്ങൾ ആ പുസ്തകത്തെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അദ്ദേഹമുള്ള ഒരു വേദിയിൽ അതൊരു ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നന്ദി അജീഷ് കുമാർ സാർ. ഹൃദ്യവും ലളിതവുമായ ഒരു പുസ്തക അവലോകനത്തിന് നന്ദി. ചെറുവയൽ രാമന്റെ ആത്മകഥയെ തന്റെ വായന അനുഭവങ്ങളിലൂടെ പുതിയ അനുഭൂതിയിലേക്ക് നമ്മെ നയിച്ച് പുതിയ വാതായനമാണ് നമുക്ക് നൽകിയത്. ആത്മകഥയുടെ അനുഭവങ്ങൾക്കപ്പുറം ആത്മകഥാകാരനുമായുള്ള നേരിട്ടുള്ള അനുഭവങ്ങളും അജീഷ് സാർ നമ്മോട് പങ്കുവച്ചു. ആത്മകഥാകാരൻ ചെറുവയൽ രാമൻ നമ്മുടെ കൂടെ ഈ മീറ്റിലുണ്ട്. അദ്ദേഹം 1950 വയനാട് ജില്ലയിലെ കമ്മരത്തിൽ ജനിച്ചു. കൗമാരകാലത്ത് തന്നെ കാർഷിക വൃത്തിയിൽ സജീവമായി. വയനാട്ടിൽ അന്യം നിന്നു പോകുമായിരുന്ന നെൽവിത്തിനങ്ങൾ ശേഖരിച്ച് സംരക്ഷിച്ചു വരുന്നു. 2000 മുതൽ ആരംഭിച്ച ഈ ശ്രമത്തിന്റെ ഫലമായി 50 നെൽവിത്തിനങ്ങൾ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ജീനോം സേവിയർ അവാർഡ്, കേരള സർക്കാരിന്റെ കാർഷിക ജ്യോതി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചു. നെൽവിത്തുകളുടെ സംരക്ഷണം, ആദിവാസി പ്രശ്നങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്ന നിരവധി ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ സംസാരിച്ചിട്ടുണ്ട്. 2023 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. എഴുത്തനുഭവങ്ങളും ഒപ്പം ജീവിത അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി ചെറുവയൽ രാമൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേൾക്കാവോ? കേൾക്കാം സാർ, കേൾക്കാം. കേൾക്കാവോ? കേൾക്കാം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എൻ്റെ ഒരു ആത്മകഥ നിങ്ങളിപ്പോ വായിച്ചു. തീർച്ചയായും
ഞാൻ പറയാറുണ്ട് എല്ലാവരോടും. കാരണം പ്രകൃതിയെ പറ്റി അറിയുക, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി അറിയുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇപ്പം 60ഓളം നെൽവിത്തുകൾ ഞാൻ സംരക്ഷിക്കുന്നുണ്ട്. ആ 60ഓളം നെൽവിത്തുകൾ വരും തലമുറയ്ക്ക് വേണ്ടി, ഇനിയുള്ള യുവാക്കളും യുവതികൾക്കും, അറിയാത്ത ആളുകൾക്ക് വേണ്ടി അവരെ പഠിക്കാനും മനസ്സിലാക്കാനും അത് കൃഷി ചെയ്യാനും അങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഞാനത് സംരക്ഷിച്ച് നിലനിർത്തുന്നത്. അല്ലാണ്ട് എൻ്റെ ലാഭത്തിന് വേണ്ടിയല്ല. എനിക്കിപ്പോൾ ഈ ഏകദേശം നിർത്തുന്നത്. കാരണം നമ്മൾ തിയറി മാത്രം പോരാ, അത് പ്രാക്ടിക്കലായിട്ട് കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ അത് നിൽക്കുള്ളൂ. തിയറി നമുക്ക് കേൾക്കാം, വായിക്കാം, നമുക്ക് അറിവുകൾ പലതരത്തിൽ വരുന്നുണ്ട്. വായിച്ചറിവ്, കേട്ടറിവ്, പിന്നെ അതുപോലെ തന്നെ പറഞ്ഞറിവുകൾ അല്ല, നേരിട്ട് കണ്ടറിവാണ് ഏറ്റവും മനസ്സിലുണ്ടാവുക. അതിന് പ്രാക്ടിക്കൽ എന്ന് ഞാൻ പറയുന്നത്. അപ്പൊ പ്രാക്ടിക്കലായിട്ട് വരുമ്പോഴേ നമ്മുടെ മനസ്സിൽ എന്നും അത് മനസ്സിൽ ഒരു സ്വപ്നം പോലെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീടുകൾ ഞാൻ നിലനിർത്തുന്നതും അതുപോലെ തന്നെ കുട്ടികളെ നേരിട്ട് എൻ്റെ വിത്തുകളെ അവരെ പരിചയപ്പെടുത്തുന്നതും കൃഷി പരിചയപ്പെടുത്തുന്നതും ഒക്കെ. മാത്രമല്ല ഇത് സമൂഹത്തിന്റെ മുന്നിൽ പിന്നെ ഇത് ഒന്ന് അറിയണം, സമൂഹം ഒന്ന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ ആത്മകഥ ഞാൻ തുടങ്ങാനുള്ള പ്രധാന കാരണങ്ങൾ. കാരണം ഒത്തിരി ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ചാണ് ഞാനിതൊക്കെ നിലനിർത്തുന്ന കാര്യത്തിൽ പിന്നെ ദുഃഖമുണ്ട്. കാരണം പക്ഷേ ഇന്ന് എനിക്ക് കോടാനുകോടി ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വന്നെങ്കിലും ഇന്ന് എനിക്കതൊരു വലിയൊരു ലാഭമായി ഞാൻ കാണുന്നു. കാരണം നിങ്ങളെപ്പോലുള്ള ഒത്തിരി ആളുകൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്, രാജ്യം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എന്നെ കുട്ടികൾ മുതൽ, അതായത് കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ എന്നെ സ്നേഹിക്കുമ്പോൾ എനിക്കിതൊരു നഷ്ടമായി ഞാൻ കാണുന്നില്ല, ലാഭമായി ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ ലാഭം. തീർച്ചയായും ഈ സമൂഹത്തിന് എന്നെ സ്നേഹിക്കുന്നുണ്ട്, ആ സമൂഹത്തിൻ്റെതാണ് എൻ്റെ ലാഭമായി ഞാൻ കാണുന്നത് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഞാൻ വിശ്വസിക്കുന്നതും എൻ്റെ ചിന്തയും അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു മാറ്റങ്ങൾ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാലം ഒരു അവസരത്തെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പിന്നെ മൊബൈൽ കൊടുക്കണമെന്ന് നിർബന്ധം ഉണ്ടാക്കി. ഇപ്പോഴത്തെ സ്ഥിതി കുട്ടികളടങ്ങി മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണല്ലോ വിദ്യാഭ്യാസ വകുപ്പ് വരുന്നത്. അപ്പൊ തീർച്ചയായും നമ്മൾ ഏത് മാറ്റങ്ങളാണെങ്കിലും അത് ഇന്നല്ലെങ്കിൽ നാളെ പലതരത്തിൽ ദോഷം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായും പിന്നെ വളരെയേറെ സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയാ, ഞാൻ എങ്ങനെ അതിന് അഭിനന്ദനം പറയണമെന്നും എങ്ങനെ നന്ദി പറയണമെന്നും എനിക്കൊന്നും അറിയില്ല. എനിക്കതിന് വാക്കുകൾ കിട്ടുന്നില്ല. അത്രമാത്രം ഒരു എന്താ പറയാ പ്രസക്തി ഏറി വന്നൊരു കാലഘട്ടം കൂടിയാണ് ഇത്. കാരണം വിത്തെന്നൊരു അത്ഭുതം ഞാൻ പറയാറുണ്ട്. കാരണം ഇപ്പോഴെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് അങ്ങനെ ഒരു വിത്തെന്നൊരു മഹാ അത്ഭുതം പറയാനും കുട്ടികൾക്ക് കൊടുക്കാനും തോന്നിയതിൽ വളരെയേറെ സന്തോഷം. കാരണം വിത്തില്ലെങ്കിൽ പ്രകൃതിയില്ല. പ്രകൃതി നിലനിൽക്കുന്നത് വിത്താണ്. ഈ പ്രകൃതി വിത്ത് പാവുന്നതുകൊണ്ടാണ് പ്രകൃതി നിലനിൽക്കില്ലെങ്കിൽ പ്രകൃതി ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തർക്കമാണ്. കാരണം ഇവിടെ കൃഷി ചെയ്യുന്ന ആരാന്നറിയും, ഞാനോ നിങ്ങളോ അല്ല, പ്രകൃതിയാണ് കൃഷി ചെയ്യുന്നത്. പ്രകൃതിയുടെ കൃഷി കൊണ്ടാണ് ഈ പച്ചപ്പ് മുഴുവനും നിലനിൽക്കുന്നത് എന്ന അറിവ് നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം എന്ന് പറയാനുള്ള കാരണം ചതുപ്പ് നിലങ്ങളിൽ അവര് എല്ലാ മണ്ണറിഞ്ഞ് അവരും വിത്ത് ചെയ്യുന്നുണ്ട്. ചതുപ്പ് നിലങ്ങളിൽ എങ്ങനെയുള്ള ചെടികളായിരിക്കണം, കുന്നുകളിൽ എന്താ ചെടിയായിരിക്കണം, മലമുകളിൽ എന്ത് ചെടിയായിരിക്കണം, പാറേന്റെ പുറത്ത് അതായത് പാറേന്റെ ഉള്ളിൽ എന്ത് തരം പുല്ല് എന്ത് തരം മരമായിരിക്കണം എന്ന് പ്രകൃതി നിശ്ചയിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളും മണ്ണറിഞ്ഞ് വിത്തിടുക, മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്ന തത്വവും നമ്മളും സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. തീർച്ചയായിട്ടും പ്രകൃതി ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വെള്ളം, വായു,
പിന്നെ അതുപോലെ തന്നെ മണ്ണ്, വെള്ളം, വായു, ജലം, അഗ്നി, വിണ്ണ്, ഇതില്ലെങ്കിൽ ഭൂമിയുണ്ടോ? ഇതില്ലെങ്കിൽ ജീവിതമുണ്ടോ? അപ്പൊ ഇതൊക്കെ നമുക്ക് തരുന്ന വലിയൊരു പ്രചോദനമാണ്. മാത്രമല്ല നമുക്ക് നല്ല പ്രാണവായു, ഊർജം, ഇതൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടണം നമുക്ക്. എന്നാൽ മാത്രമേ നമ്മുടെ ഊർജം അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ ഊർജം നന്നായി കിട്ടണമെങ്കിൽ, ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എല്ലാം ഉണ്ടാവണം. നമുക്കറിയാലോ, നിങ്ങളൊരു കാര്യം ചെയ്യും, 22, 28 സെൽഷ്യസുള്ള എൻ്റെ ഈ വീട്ടില് ഇവിടെ വരുന്ന കുട്ടികളോട് ഞാൻ ചോദിക്കാറുണ്ട്, ഈ വീട്ടിന്റെ വരാന്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുബന്ധാണ്. അവർ പറയുന്നുണ്ട്, എന്താ രാമേട്ട നല്ല സുഖമാണ്, ഭക്ഷണം വേണം തോന്നുന്നില്ല, കുടിക്കണം തോന്നുന്നില്ല, ഭക്ഷണം വേണം തോന്നുന്നില്ല, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വിശപ്പ് അറിയുന്നില്ല എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ആ ഊർജം നമുക്ക് ഇവിടുന്ന് നന്നായി കിട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ കുട്ടിയുടെ ആ വാക്ക് ഉപയോഗിക്കാനുള്ള കാരണം. അതേ സമയത്ത് നമ്മൾ വാർക്ക കെട്ടിടത്തിന്റെ അകത്ത് ടൈൽസും മാർബിളും പെയിന്റും ഉള്ള ആ വീട്ടിൽ നിങ്ങളൊന്ന് ഇരുന്ന് നോക്കൂ, അന്നേരം നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവം ഒന്ന് നോക്കൂ. ഈ വീട്ടിൽ നിന്ന് ഇരുന്ന് നോക്കൂ, ഇവിടെ നിന്നുണ്ടാവുന്ന അനുബന്ധം നോക്കൂ. ഇതാണല്ലോ അനുഭവങ്ങളാണല്ലോ പാഠങ്ങൾ, അനുഭവങ്ങളാണല്ലോ നമ്മൾ പോകുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് എന്താണെങ്കിലും എൻ്റെ പുസ്തകം വായിച്ച് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരികയും അത് സമൂഹത്തെ, എനിക്ക് പറയാനുള്ളത് നമ്മൾ ലോകത്തെ അറിയിക്കുക, ഇവിടെ മാത്രമല്ല ഇത് ലോകത്തെ അറിയിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് ലോകത്തിൽ അറിയിക്കേണ്ടത് നിങ്ങളൊക്കെയാണ്, ഞാനല്ല. നിങ്ങളാണ് ലോകം മുഴുവൻ അറിയിക്കേണ്ടതും പറയേണ്ടതും. അതിന്റെ കഴിവുകൾ, അതിന്റെ ഊർജങ്ങൾ ഒക്കെ വിളിച്ചോതേണ്ടത് നിങ്ങളാണ്, ഞാനല്ല. മാത്രമല്ല, ഞാൻ ആരാണ്, എന്താണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും, ഏത് കാര്യത്തിലാണെങ്കിലും, കൃഷിയുടെ കാര്യത്തിലാണെങ്കിലും, പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ഏത് ആത്മകഥയിൽ നിന്നാണെങ്കിലും, ഇപ്പൊ എൻ്റെ വിസിറ്റേഴ്സ് ബുക്ക് പരിശോധിച്ചാൽ അതിലും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമുക്കറിയാം 6 7 പുസ്തകമുണ്ട് അവിടെ, വിസിറ്റേഴ്സ് ബുക്ക്. സന്ദർശകർ വന്നിട്ട് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയ വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട്. ഇതൊക്കെ പരിശോധിച്ച് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആരാകണം, എന്താകണം എന്ന് തീരുമാനിക്കാൻ നിങ്ങളാണ് വേണ്ടത്, നിങ്ങളാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞാൻ എൻ്റെ ശരീരവും മനസ്സും സർപ്പണം, അതായത് നിങ്ങൾ അർപ്പിച്ചിരിക്കുന്നു. ആ അർപ്പണ ബോധം നിങ്ങൾ ഏറ്റെടുക്കുക, അത് പ്രചരിപ്പിക്കുക, നടപ്പിലാക്കുക എന്നാണ് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ഒരു പരമ്പരാഗത കർഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. എല്ലാം കൊണ്ടും നന്ദി, നമസ്കാരം. നന്ദി രാമൻ സാർ. പരിസ്ഥിതിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുള്ള അറിവും അനുഭവങ്ങളും നമ്മോട് പങ്കുവച്ചതിന്, കൂടാതെ പ്രകൃതിയുടെയും വിത്തിന്റെയും പ്രാധാന്യം അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവച്ചു. നമുക്കിനി ചെറുവയൽ രാമൻ സാറിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചോദ്യോത്തര സമയമാണ്. രാമൻ സാറിനോട് സംസാരിക്കാൻ ഈ മീറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഹലോ സർ, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഐശ്വര്യ, ഫസ്റ്റ് ഇയർ BEd വിദ്യാർത്ഥിനിയാണ് ഇംഗ്ലീഷിലെ. വളരെ ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കഥ തന്നെയാണെന്ന് തോന്നിപ്പോയിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷെ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തായാലും വായിക്കണം. കുറെ പുതിയ അറിവുകൾ കിട്ടും. ഞങ്ങൾക്കൊന്നും അധികം ഇങ്ങനത്തെയുള്ള അറിവുകൾ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോ ആ ഒരു പുസ്തകത്തിലൂടെ ഒരുപാട് പുതിയ പുതിയ അറിവുകൾ കിട്ടും എന്നുള്ളൊരു പ്രത്യാശ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുകയാണ്.
എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ അമ്മാവൻ ഒരു ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു പാത പിന്തുടരാനായിട്ട് ഇൻസ്പയർ ചെയ്തു. അത് കൂടാതെ തന്നെ സാറിനും ഉള്ളിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു, എനിക്കിത് തന്നെ മതി എന്നുള്ളത്. അത് കൂടാതെ വേറെ എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആയിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരെങ്കിലും തകർന്നു പോകും എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ നിമിഷത്തില് വീണ്ടും പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ ആരെങ്കിലും പറ്റി ഒന്ന് പറയാമോ? ഇല്ല മോളെ, അങ്ങനെയൊന്നുമില്ല. അതായത് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മൾ ഏത് കാര്യത്തിനാണെങ്കിലും നമുക്കൊരു ഒരു ബഹുമാനവും ഒരു ആദരവും ഉണ്ടാവണം. അത് ആരോടാണെങ്കിൽ പോലും, ആണായാലും ശരി പെണ്ണായാലും ശരി, പ്രത്യേകിച്ചും മുതിർന്നവരോട്. മുതിർന്നവരെന്ന് പറയുമ്പം അമ്മയുടെ ഏട്ടനാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അവരോട് നമുക്കൊരു കരുണയുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. മാത്രമല്ല അവർ പറഞ്ഞത് അനുസരിക്കണം. കാരണം അവരും അമ്മയും അച്ഛനും അല്ലെങ്കിൽ കാരണന്മാർ ഇത്തരം പ്രായമുള്ളവർ പറയുന്നത് നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കുകയും അവർക്ക് നമ്മൾ അവിടെ താഴ്മയായി അവരെ ബന്ധപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് അവരൊരു അനുഗ്രഹം നമുക്ക് തരും. ആ അനുഗ്രഹമായിരിക്കും നമ്മളുടെ പിന്നീട് നമുക്കുണ്ടാകുന്ന വലിയൊരു ഭൂസ്വത്തായി മാറുന്നത് അവരുടെ അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അമ്മാവും പറഞ്ഞതും മറ്റുള്ള പറഞ്ഞുകയും ഞാനത് നടപ്പിലാക്കാനും പരിശ്രമിച്ചത് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ തെളിവും അതിപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം 5ാം ക്ലാസ് വിദ്യാഭ്യാസം എനിക്കുള്ളൂ. അമ്മാവൻ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും അമ്മ പറഞ്ഞതും ഒക്കെ ഞാൻ വളരെ എന്താ പറയുക സൗമ്യമായി അവരോട് പെരുമാറുകയും അവരെ സ്നേഹിക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കണം ഇന്ന് ഞാൻ 5ാം ക്ലാസ്സുകാരനായി ലോകം മുഴുവൻ അറിയപ്പെട്ടത് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടം കൊണ്ടോ ഒന്നല്ല ലോകത്തിന് എത്തിയത്. തീർച്ചയായും അവരുടെ അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് എനിക്കും മോളോട് പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം നമ്മൾ വിദ്യാഭ്യാസം മാത്രം പോരാ. വിദ്യാഭ്യാസം നമ്മുടെ ജീവിക്കാൻ പര്യാപ്തമായ വിദ്യാഭ്യാസം അല്ല ഇന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ അപ്പുറത്ത് ഒത്തിരി അറിവുകൾ നമുക്ക് കിട്ടാനുണ്ട്. സ്നേഹമാണ് നമുക്ക് മുഖ്യമായി കിട്ടേണ്ടത്. അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലത്തെ മുതിർന്നവരുടെയും അവരുടെ സ്നേഹസ്പർശം തീർച്ചയായും നമ്മുടെ ശരീരത്തിൽ തൊടുകയോ അല്ലെങ്കിൽ നമ്മൾ ശരീരത്തിൽ സ്പർശിക്കുകയോ ചെയ്യുമ്പോൾ നമുക്കൊരു ദർശനം വരുന്നത് പോലെ ആയിരിക്കും നമ്മുടെ ഭാവി മുന്നോട്ടുള്ള എടുത്തുചാട്ടം അല്ലെങ്കിൽ കുതിപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ എളിമയോടും താഴ്മയോടും അമ്മാവനോടായാലും ശരി അച്ഛനോടായാലും അമ്മയോടായാലും എല്ലാവരോടും എൻ്റെ എളിമ കാണിച്ചുകൊണ്ട് അവരെ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി മാറ്റാതെ എല്ലാ കാര്യവും ഏറ്റെടുത്ത് അവർക്ക് തൃപ്തിയാവുന്ന തരത്തിലുള്ള പ്രവൃത്തി ഞാൻ ചെയ്ത് അങ്ങനെയാണ് ഞാൻ വളർന്നു വന്നത് എന്നാണ് എനിക്ക് എൻ്റെ മോളോട് പറയാനുള്ളത്. താങ്ക് യു സർ. ഇങ്ങനെ എൻ്റെ മോൾ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാണ്. ഇത്രയും വലിയ ആള് അങ്ങനെ പറയുന്നത്, ഇത്രയും എളിമയോട് കൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാണ്. താങ്ക് യു സർ. ഓക്കെ. ഹലോ സാർ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് സാറ് ഈ ഒരു മേഖലയിൽ എത്തിയത്. അപ്പോ അതിനൊക്കെ ആത്മധൈര്യം കൈവിടാതെ ആത്മധൈര്യത്തോടെ നേരിടാനായിട്ട് എങ്ങനെയാണ് സാധിച്ചത്? അല്ല, സാധിച്ചത് എന്ന് പറയുമ്പോ മോള് ഒരു സംശയം വേണ്ട. കാരണം നമ്മൾ ഏത് കാര്യത്തിലാണ് ഈശ്വരൻ ഉണ്ടെന്നും ഈശ്വരൻ ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞിട്ട് വരുന്നത്. കാരണം നമ്മുടെ മനസ്സിന് നമ്മൾ ആരെയും വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ആരെയോടും നമ്മൾ എന്താ പറയാ അറിയാതെയോ അറിയാതെയോ നമ്മൾ വഞ്ചിക്കുകയോ മറ്റൊരാളെ തട്ടിപ്പിനോ വെട്ടിപ്പിനോ വിധേയമാകാതെ എല്ലാവരോടും നമ്മളെ തുറന്ന ഹൃദയത്തോട് സംസാരിക്കുകയും തുറന്ന ഹൃദയം അവരൊക്കെ കൊടുക്കുകയും അങ്ങനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ആരോടും കൊച്ചുകുട്ടികളോടായാലും അല്ലെങ്കിൽ അമ്മമാരോടായാലും ജാതി മതം വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് ഒരുപോലെ സ്നേഹിച്ച് അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം മനസ്സിനൊരു ധൈര്യമുണ്ടാവും. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അപ്പൊ അതുകൊണ്ട് തന്നെ ലോകവും ഈശ്വരനും സംരക്ഷിക്കും എന്ന ഒരു ആത്മധൈര്യം. ഇതാണ് എൻ്റെ ആത്മധൈര്യം.
ഇനിയുണ്ടോ? കേട്ടോ, ചോദ്യം ചോദിക്കണം കേട്ടോ. സമയം ചോദിച്ചോളൂ. വൈകാതെ. എന്ത് കേട്ടോ, നിങ്ങൾ ചോദിക്കൽ ഒന്നും നോക്കണ്ട. എന്ത് ചോദ്യങ്ങളായിക്കോട്ടെ. നാട്ടറിവ്, കാട്ടറിവ്, കാട്, തോട്, പുഴ എന്ന് വേണ്ട, ഒക്കെ ചെയ്യാം. പക്ഷേ സയൻസിലേക്ക് പോകരുത്, കമ്പ്യൂട്ടറിലേക്കും പോകരുത്. അത് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഈ ടോക്ക് കേട്ടപ്പോ രാമേട്ടാന്ന് വിളിക്കാനാണ് കേട്ടോ തോന്നണത്. അത് അപ്പൊ വിളിച്ചോളൂ, ഒരു കുഴപ്പമില്ല. രാമേട്ടനോട് എന്റെ ചോദ്യം എന്താന്ന് വെച്ചാൽ, നമ്മള് 30 ഈ ഇത്രയും വിത്തിനങ്ങൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സംരക്ഷണം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതിന് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ടോ? അവാർഡുകളല്ലാതെ എന്തെങ്കിലും സഹായങ്ങളായിട്ട്? മോള് പിന്നെ എന്നെ ആരും സഹായിക്കുന്നില്ല മോളെ. ഉള്ള കാര്യം പറഞ്ഞാലെന്താ കാരണം? സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ചില കാശൊക്കെ വരും എന്നല്ലാതെ മറ്റാരും എന്നെ ഇതുവരെ സഹായിച്ചിട്ടില്ല. സഹായിക്കാൻ വന്നിട്ടുമില്ല. ഞാൻ വളരെയേറെ എന്താ പറയുക, ഞാനെന്താ ആരോടും പരാതി പറയാറുമില്ല. എൻ്റെ ദുഃഖവും എൻ്റെ വിഷമവും ഞാൻ ആരോടും പറയാറില്ല. അത് എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും ഞാൻ ഒതുക്കി കരയുന്നുണ്ട്. മനസ്സ് കരയുന്നുണ്ട്, പക്ഷെ അത് ഉള്ളിലാണ് കരച്ചിൽ, പുറത്തല്ല. പുറത്താരും കാണൂല. അപ്പൊ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. എന്നെ ആരും സഹായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഈശ്വരൻ അങ്ങനെ തട്ടിമുട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്ന് മാത്രമേ ഞാൻ ഇപ്പൊ മോളോട് പറയാറുള്ളൂ. എന്തായാലും അത് തുടരട്ടെ. കാരണം അത് വലിയൊരു പ്രവർത്തനം. ഇതിങ്ങനെ കേൾക്കുമ്പോഴേ വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ കഴിഞ്ഞൊരു പരിസ്ഥിതിയുടെ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നപ്പോ നഷ്ടപ്പെട്ട വിത്തിനങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കേട്ടപ്പോഴേ നമ്മളുടെ എത്രയോ നല്ല രുചികളെയാണ് കൈവിട്ട് കളഞ്ഞത് എന്നാലോചിക്കുമ്പോഴേ പല പല വിത്തുകള് പാകം ചെയ്ത് കഴിച്ചതിന്റെ ഓർമ്മയൊക്കെ പലരും പങ്കുവെക്കണേക്കുമ്പോഴേ നമ്മൾക്കൊന്നും അങ്ങനത്തെ ഒരു അനുഭവമേ കിട്ടാനില്ലല്ലോ. അപ്പൊ നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോ എങ്ങനെയാണ് നമസ്കരിച്ചു പോകും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു അധ്വാനാണ് നിങ്ങൾ എടുക്കുന്നത്. എന്താ പറയണ്ടേന്ന് അറിയൂല. ഹൃദയം കൊണ്ടുള്ള സന്തോഷാണ് പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും മോള് പറഞ്ഞത്, അതായത് നമുക്ക് ഈ പ്രകൃതി തന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ പ്രകൃതി തന്നിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുള്ള പാൽ, അമൃത് പാൽപ്പായസമാണ് മോളെ നമുക്ക് തന്നിട്ട്. അമൃത് പാലാണ്. പക്ഷെ എന്നത് അമൃത് പാലിനെ വിഷമാക്കി മാറ്റിയത് നമ്മൾ തന്നെയാണ്. നമ്മളത് വിഷമാക്കി മാറ്റി അത് കഴിച്ച് നമ്മൾ രോഗിയായി. അതിന് നമ്മളെ സൃഷ്ടികർത്താവോടോ പ്രകൃതിയോടോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല. അതെ അതെ, സന്തോഷം. എന്തായാലും കേൾക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. ആയിക്കോട്ടെ, സന്തോഷം. സാറേ നമസ്കാരം. നമസ്കാരം. ഹലോ. ഹലോ, പറഞ്ഞോളൂ. എൻ്റെ പേര് പ്രസാദ് എന്നാണ്. ഞാൻ മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂൾ അധ്യാപകനാണ്, UP സ്കൂളിൽ. അപ്പം 7ാം ക്ലാസ്സിൽ അത് പഠിപ്പിക്കുന്നുണ്ട്, വിത്ത് എന്ന മഹാത്ഭുതം എന്നുള്ളത്. അത് കുട്ടികൾക്കും വളരെയധികം പ്രചോദനമായിട്ടുണ്ട് പഠിപ്പിക്കുന്ന സാഹചര്യങ്ങൾ തന്നെ. അപ്പം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ സാറിന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 60ഓളം വിത്തുകൾ സാറ് പരിപാലിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനും പ്രയോജനകരമാവുന്ന രീതിയിൽ വിത്തനം ഏതാണ്? പലതും പല രോഗങ്ങൾക്കും ഉപയോഗിക്കുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് മനസ്സിനൊക്കെ സന്തോഷം നൽകുന്ന ഒരു വിത്ത് അതിൽ ഏതാണ്? അത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയാൻ പറ്റും? സാറിനോട്, മാഷോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പ്രകൃതിയും കൃഷിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് അധ്യാപകരാണ്. കാരണം കുട്ടികൾക്ക് നിങ്ങളാണ് വഴികാട്ടി. ഞാനത് കുട്ടികളോട് പറയാറുണ്ട്. നമ്മൾ 5 പേരെ സ്നേഹിക്കേണ്ടതാണ്. 5 പേരെ. 5 പേരിൽ മാതാവ്, പിതാവ്, ഗുരു, പിന്നെ 2 പേരുണ്ട്, രോഗം മാറ്റിയ ഒരാള്. അപ്പൊ അങ്ങനെ 5 പേരെ സമൂഹത്തിൽ വേണം എന്ന് ആരാണ് പഠിപ്പിക്കേണ്ടത്? നമ്മൾ അധ്യാപകർ, നിങ്ങളെ പോലുള്ള അധ്യാപകരാണ്. അപ്പൊ തീർച്ചയായും 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ അത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഇത് ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയേണ്ടതാണ്. അല്ലാണ്ട് 7ാം ക്ലാസ്സിലെ കുട്ടികളെന്നല്ല,
ഏത് കുട്ടികളും, അതായത് വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ പൊതുവെ എല്ലാവർക്കും അറിയേണ്ട ഒരു വിഷയമാണത്. അല്ലാണ്ട് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്ന് മാത്രം നമ്മൾ അങ്ങനെ തിരിച്ചു വെക്കുന്നത് ശരിയല്ല. എല്ലാവരും ഈ വിത്തെന്നൊരു മഹാ അത്ഭുതം, അല്ലെങ്കിൽ വിത്തില്ലെങ്കിൽ പ്രകൃതിയില്ല, നമ്മളില്ല, ജീവജാലങ്ങളില്ല എന്ന ഒരു തിരിച്ചറിവിലേക്കാണ് സമൂഹം പോകേണ്ടത്. വിദ്യാഭ്യാസം കുട്ടികൾ മാത്രമല്ല, എല്ലാവരും പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാത്രമല്ല, ഞാൻ പറയുന്നു കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ വിദ്യാഭ്യാസം മാറണം. കാലഘട്ടം മാറി, ജീവിതം മാറി, എല്ലാ ടെക്നോളജി മാറി, രാജ്യം മാറി, രാജ്യത്തിലെ നടപടിക്രമങ്ങൾ മാറി. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനനുസരിച്ച് നമ്മൾ കുട്ടികൾക്ക് അറിവ് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു സർ. ഹലോ സാർ, എന്റെ പേര് സിന്ധു ആണ്. ബി.എഡ് ഫസ്റ്റ് ഇയർ ആണ്. ബി.എഡ് ഫസ്റ്റ് ഇയറിന് ഇവിടെ പഠിക്കുകയാണ് SNM-ല്. എനിക്ക് ചോദിക്കാനുള്ളത്, സാറ് നേരത്തെ പറഞ്ഞു ഭക്ഷണത്തെ അറിയുക എന്ന് സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴത്തെ ഒരു രീതി വെച്ചിട്ട് റീലില് അതായത് ഫോണില് കാണുന്ന രീതികൾ, ആ കാണുന്ന ഭക്ഷണത്തിന്റെ ഒക്കെ പിറകെ പോവുക, പുതിയ പുതിയ ഭക്ഷണ രീതികളും ഭക്ഷണ സാധനങ്ങളും ഇപ്പൊ വന്നിട്ടുണ്ട്. പുതിയതായിട്ടുള്ള ഭക്ഷണ രീതികളും ഭക്ഷണ സാധനങ്ങളും. അപ്പൊ സാറ് ഭക്ഷണത്തെ അറിയുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതാവാം. കൂടാതെ ഇങ്ങനെ പുതിയ പുതിയത് കാണുമ്പോ അത് പോയി ചെന്ന് കഴിക്കുക എന്നുള്ളൊരു രീതിയും വരുന്നുണ്ട്. അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതായത് എനിക്ക് മോളോട് പറയാനുള്ളത്, ഭക്ഷണം നമ്മുടെ ശരീരത്തിന് വേണ്ടി ആയിരിക്കണം കഴിക്കേണ്ടത്. കാരണം ഈ ഭക്ഷണം കഴിച്ചാൽ എൻ്റെ ശരീരത്തിന് ഗുണം ചെയ്യണം. മാത്രമല്ല എൻ്റെ ബുദ്ധിവികാസം, എൻ്റെ ആരോഗ്യം അത് ഉണ്ടാവണമെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ഭക്ഷണം ആയിരിക്കണം എന്നാണ്. പക്ഷേ ഇന്ന് സമൂഹം കാണുന്നത് അതല്ല, വായിക്ക് രുചിക്ക് വേണ്ടിയാ. വായിക്ക് രുചിക്ക് വയറ് നിറയുക, വായിക്ക് രുചി ഉണ്ടാവുക. അപ്പൊ അങ്ങനെ വായിക്ക് രുചിയും വയറും നിറഞ്ഞു വരുമ്പോൾ ആ ഭക്ഷണം മൂക്ക് ശരീരത്തിന് വേണ്ടിയതാണോ അല്ല രസത്തിന് വേണ്ടിയാണോ, വായിക്ക് രസത്തിന് വേണ്ടിയാണോ കഴിച്ചതെന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് സമൂഹം തിന്ന് മരിക്കാൻ പോവുകയാണ്. തിന്നാണ് മരിക്കുന്നത്. കാരണം രുചിയാണ്. വായിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവണം, നല്ല രുചി ഉണ്ടാവണം. അങ്ങനെയാണ് ആളുകൾ ഇപ്പൊ കണ്ട് ആ രൂപത്തിലേക്കാണ് ഭക്ഷണം നീങ്ങുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കച്ചവടമാക്കിയിരിക്കുകയാണ് ഭക്ഷണം. അപ്പൊ പിന്നെ അതിൽ നിന്ന് മോള് നോക്കൂ, മോള് ഇപ്പം പലതും കഴിക്കുന്നുണ്ട്. അപ്പൊ ബിരിയാണി, എങ്ങനെയുള്ള ബിരിയാണിയാ? കുഴിമന്തി, എങ്ങനെയുള്ള കുഴിമന്തിയാ? എങ്ങനെയാണ് അതിന്റെ പാകപ്പെടുത്തുന്നത്? എന്തെല്ലാം കൂട്ടുകളാണ് അതിൽ ചേർക്കുന്നത്? എന്തെല്ലാം ചേർത്തിട്ടാണ് അതിനെ രുചി കൂട്ടുന്നത് എന്ന് മോളൊന്ന് പരിശോധിച്ച് നോക്കൂ. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എന്ത് ബിരിയാണി, അതിൽ എന്തൊക്കെയാണ് ചേരുവകൾ? അതുപോലെ തന്നെ നെയ്ച്ചോറ്, എന്ത് നെയ്യാണ് ഉപയോഗിക്കുന്നത്? അപ്പൊ അതൊക്കെയാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ള നെയ്യും അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് എത്ര കണ്ട് ഊർജം, ആരോഗ്യം ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണ്ടേ? അതല്ലേ കുറച്ചും കൂടി, അങ്ങനെയല്ലേ നമ്മൾ പോകേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഞാൻ ഭക്ഷണത്തെ അങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടായത്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഹലോ സർ, കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്ക് ചോദിക്കാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മള് ഈ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് വയനാട്ടിൽ വിത്ത് പാകുന്നത് 2 സമയത്താണെന്നുള്ളത്. അത് പൊടിഞ്ഞാറെന്നും ചെളിഞ്ഞാറെന്നും പറയും. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാവോ? എന്താണ് അത്? വയനാട്ടില് 2 തരം കൃഷിയാണ്. അതായത് ഒന്ന് മഴ വരുമ്പോൾ, അതായത് ജൂൺ ജൂലൈയിൽ, അതായത് മേടം ഇടവ മാസം ചെയ്യുന്ന കൃഷിക്ക് നഞ്ച കൃഷിയെന്നും, ജനുവരി ഫെബ്രുവരി അതായത് വൃശ്ചികം മാസങ്ങൾ ചെയ്യുന്നത് പുഞ്ചകൃഷി എന്നാണ്. അപ്പൊ നമ്മള് മഴക്കൃഷിക്ക്, അതായത് ഇടവപ്പാതിക്ക് നമ്മൾ കൃഷി ചെയ്യുന്നത് മൂപ്പ് കൂടിയ വിത്തായിരിക്കും. അതായത് 6 മാസം മൂപ്പുള്ള വെളിയൻ, ചെന്താടി, മുണ്ടകനും വിത്താണ് ഈ എന്താ
പുഞ്ചകൃഷി ഉപയോഗിക്കുന്നത് നമ്മൾ 3 മാസം 4 മാസം പ്രായമുള്ള വിത്തായിരിക്കും പുഞ്ചകൃഷി ഉപയോഗിക്കുക. കാരണം അത് വൃശ്യം ധനുമാസം എടുത്താൽ അത് അതായത് വിഷിക്കഴിഞ്ഞാൽ, അതായത് ഇടവമാസം മേടം തുടങ്ങുമ്പോൾ നമ്മൾ ആ വിത്ത് നെല്ലാവും, അന്നേരം വിളവെടുക്കും. ആ സമയത്ത് വിളവെടുക്കുന്ന ഭാഗത്തുള്ള വിത്തായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ 2 തരം കൃഷിയാണ്. അപ്പൊ 2 തരം കൃഷിയിൽ താങ്കൾ പറഞ്ഞതുപോലെ പിന്നെ പൊടിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വിതയുണ്ട്, ചെളിയാക്കി വെള്ളം കൂട്ടി ചെളിയാക്കുന്ന തരത്തിലുണ്ട്. അതിന് പൊടിവത, അതിന് വാളിച്ച വത എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് വിത്ത് നേഴ്സറിയായി വിത്തിട്ട് വിത്ത് പറിച്ച് നടുന്നത് നാട്ടി കൃഷിയുണ്ട്. പിന്നെ വിതയായിട്ട് വെള്ളം നിർത്തി തന്നെ ചെളിയാക്കി തന്നെ നെൽമണി വിതറി അതിന് വിതയായിട്ടും കൃഷി ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട്. അപ്പൊ അങ്ങനെ 2-3 തരം ആ സീസൺ സമയത്ത് നേരിൽ കാണുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ കുറച്ചും ബോധ്യം ആവണമെങ്കിൽ നമ്മൾ ആ സീസൺ സമയത്ത് ആ സമയത്തൊന്ന് നേരിട്ട് കാണുമ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ വ്യക്തത വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ. നമസ്കാരം, ഞാൻ മനസ്സിലാക്കുന്നു സുസ്മിത ടീച്ചറാണ്. കോളേജിന്റെ പ്രിൻസിപ്പലാണ്. എന്താണ് പേര്? സുസ്മിത. ആയിക്കോട്ടെ. ഓക്കെ. വളരെ സന്തോഷം നമ്മുടെ ഈ കോളേജിന്റെ പ്രോഗ്രാമിലേക്ക് സാറിന്റെ പുസ്തകം എടുത്തതിലും സാറ് നേരിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും നമ്മുടെ കുട്ടികൾക്ക് ഇത്രയും വിലയേറിയ നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ വിവരിച്ചതിലും ഒക്കെ വളരെ വളരെ സന്തോഷം, നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ പുതുതലമുറ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ് രാമൻ സാർ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഇത്രയധികം സ്നേഹമാണ് എൻ്റെ ലോകം എന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു വിശാല മനസ്കനായ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. പ്രകൃതിയെ മനസ്സിലാക്കാനും നമ്മുടെ പുതുതലമുറ ഇത് അറിയേണ്ടതാണ്. സാറിനെ നേരിട്ട് കാണേണ്ടതും സാറിന്റെ വാക്കുകൾ കേൾക്കേണ്ടതും ഒക്കെയാണ്. വിത്തിനെ, പ്രകൃതിയെ മനസ്സിലാക്കുക, വിത്ത് എന്ന മഹാത്ഭുതത്തെ അറിയുക, അതൊക്കെ കേട്ടിരിക്കാൻ വളരെ സന്തോഷം, വളരെ അഭിമാനം തോന്നുകയാണ് സാറിന്റെ ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് 50 വിത്തിനങ്ങള് സാറ് എങ്ങനെ സംരക്ഷിക്കുന്നു? അപ്പൊ ഈ 50 വിത്തിനങ്ങളും 60 ഇനവും എല്ലാ വർഷവും കൃഷി ചെയ്യില്ലേ? എല്ലാ വർഷവും നമ്മളിപ്പം അതെ. കാരണം അതായത് ഇപ്പം ഈ 180 ദിവസമുള്ളതും 150, 120, 90. അപ്പൊ ആദ്യം 180 ചെയ്ത് 1 മാസം ഗ്യാപ്പിട്ടിട്ടാണ് മറ്റും ചെയ്യാം. അങ്ങനെ ഓരോ മാസം ഗ്യാപ്പിട്ട് ചെയ്യുമ്പോൾ വിളവ് വരുമ്പോൾ ഡിസംബർ വിളവാകുമ്പോൾ എല്ലാം ഒരുപോലെ വിളവ് വരും. ഒരുപോലെ വെള്ളം വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മൾ കൃഷി ചെയ്യണം. എല്ലാ വർഷവും ചെയ്താല് അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്ത് നിലനിർത്തുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടും അധ്വാനം ഒക്കെ ഇതിന്റെ പുറകിലുണ്ട്. പുതുതലമുറയ്ക്ക് വേണ്ടി നല്ല അധ്വാനമുണ്ട്. അതെ. അധ്വാനം മാത്രമല്ല, എപ്പോഴും നല്ല ടെൻഷൻ ആയിരിക്കും. കാരണം വിത്തിട്ട് വിളവെടുത്ത് വിളവ് അകത്ത് നെൽമണി എത്തുന്ന വരെ എപ്പോഴും നല്ല ടെൻഷൻ ആയിരിക്കും. അതെ. സാറിന്റെ നല്ല മനസ്സിനും ആ സ്നേഹത്തിനും ഒക്കെ നന്ദി പറയാണ് ഈ അവസരത്തില്. അജീഷ് സാറിനോടും ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ അജീഷ് സാറിനോടും പ്രത്യേകം നന്ദി പറയുകയാണ് ഈ അവസരത്തില്. തീർച്ചയായും. കാരണം നിങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുകയും എൻ്റെ ഒരു ആത്മകഥ എടുത്ത് അത് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയതിൽ വളരെയേറെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. കാരണം അത് ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി നിങ്ങൾ കാണിച്ചുള്ള നല്ല മനസ്സിനും ഞാൻ അങ്ങേക്കും നന്ദി പറയുന്നു. മാത്രമല്ല, എൻ്റെ ഒരു ഡോക്യുമെന്ററി 2-3 ഡോക്യുമെന്ററി എൻ്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഡോക്യുമെന്ററി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അടുത്ത് നെഗലുകൾ എന്നൊരു ഡോക്യുമെന്ററി പിന്നെ ഈ കൊച്ചി ബിനാലെ അവർ പ്രദർശിപ്പിക്കുന്നുണ്ട്.
അപ്പം അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റേഷൻ കുറച്ചും കൂടി കാണുകയാണെങ്കിൽ, നമ്മൾ ഫിലിമിലാണെങ്കിലും അത് നേരിട്ട സംഭാഷണം കാര്യം പേര് കുറച്ചും കൂടി കാണാനും കേൾക്കാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഡോക്യുമെന്റേഷൻ കൂടി കൊണ്ടുവന്ന് പ്രോജക്റ്റിലിട്ട് ഒന്ന് കാണുന്നത് നന്നായിരിക്കും എന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ സാർ, ഞങ്ങളെ കുട്ടികളെ കാണിക്കാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും. ശരി. ടീച്ചറെ, ഈ പാടത്തുണ്ടല്ലോ, ഈ രാമേട്ടന്റെ പാടത്ത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പം ആദ്യ ഭാഗത്ത് ചെറിയ ചെറിയ കോളം പോലെ, അതായത് ഒരു 3-4 മീറ്റർ നീളവും വീതിയുള്ള ഒരു ഏരിയയില് ഒരു നെൽവിത്ത് നിൽക്കുക. തൊട്ടപ്പുറത്ത് അങ്ങനെ ഓരോരോ ചെറിയ ഈ കണ്ടത്തിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങൾ കൊടുത്തോണ്ട് ഇത്രയും വിത്തുകൾ ഇതാണ്. അപ്പൊ അവിടെ ചിലതൊക്കെ വിത്തിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഞങ്ങൾ ചെല്ലുമ്പം അതിനകത്ത് ഗവേഷണം നടത്തുന്ന 2 പേര് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ഫോട്ടോ എടുക്കുകയും എന്തൊക്കെയോ മെഷീനുകളൊക്കെ വെച്ച് പഠിക്കുന്നതും ഞങ്ങൾ കണ്ടു. അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ വിത്തൊരു മഹാത്ഭുതം എന്ന പോലെ തന്നെ ആ ഒരു പാഠം ഒരു മഹാത്ഭുതമായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. അതെ അതെ, എനിക്ക് അതൊന്ന് ഊഹിക്കാൻ കഴിഞ്ഞു. നമ്മുടെ മനസ്സിലൊക്കെ പാടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ പാടത്ത് ഒരേ തരത്തിലുള്ള വിത്ത്. അപ്പോ ഇത്രയധികം വിത്ത് ഇങ്ങനെ വളർത്തണമെങ്കിൽ അത്രയധികം പാടങ്ങളിൽ കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കായിരുന്നു എന്റെ മനസ്സിൽ വന്നിട്ടുള്ള. അപ്പൊ ഇതുപോലെയാണ് സഞ്ചി പരിഷ്കരിക്കുന്നതെന്ന് അജീഷ് ഒന്നുമില്ല, ഞാൻ ഒരിക്കല് തിരുവല്ല വന്നിട്ട് മല്ലേപ്പള്ളിക്ക് പോയിട്ടുണ്ട്. ആ ആ അതെ ആ അടുത്ത സ്ഥലമാണ് മല്ലപ്പള്ളി. അതെ അതെ. രാമേട്ടനോട് ഒരു ഇത്രയും വലിയ ഒരാളെ നമ്മള് വാർത്തകളിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ഒരാളെ ഇങ്ങനെ ഇത്രയും നിഷ്കളങ്കനായ ഇത്ര സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. താങ്കളെ പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് വേണം. അപ്പൊ ആ ഒരു സന്തോഷം ഞാൻ രാമേട്ടനെ അറിയിക്കുകയാണ്. തീർച്ചയായും ഞാൻ എൻ്റെ കുട്ടിയെ പോലെ മോളെ കാണുന്നു. ആ മോളെ കണ്ട് എൻ്റെ കുട്ടിയോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രൂപത്തിലായിരിക്കും മോളോട് സംസാരിക്കുക. സന്തോഷം രാമേട്ട. രാമേട്ട, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ വിത്തുകളൊക്കെ ഇങ്ങനെ പല വിത്തുകളായിട്ട് ഇങ്ങനെ പാടത്ത് നിറഞ്ഞു നിൽക്കല്ലേ? അപ്പോ ഇതിനകത്ത് നമ്മളെ വിത്തിന്റെ സംരക്ഷണം വലിയ ബുദ്ധിമുട്ടാണല്ലോ. അത് സംരക്ഷിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ ഈ ഇനങ്ങളൊക്കെ ഇങ്ങനെ പരസ്പരം കലരാനൊക്കെ ഉള്ള സാധ്യതകളില്ലേ? സങ്കര ഇനങ്ങളൊക്കെ അതിൽ നിന്ന് അല്ല, അത് ഉണ്ടാവില്ലേ? എനിക്കിത് പെട്ടെന്ന് പറയാൻ പറ്റില്ല മോളെ. അതായത് കുട്ടിയാണോ ടീച്ചറാണോ? ടീച്ചറാണ്. രാമേട്ടന് അതെ കുട്ടി. ടീച്ചറെ, എനിക്കത് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ എന്റെ കയ്യിലുള്ള നെൽവിത്തുകള്, എന്റെ കയ്യിൽ ഇപ്പോഴുള്ള നെൽവിത്തുകൾ എന്ന് പറഞ്ഞാല് എത്ര വർഷം പഴക്കമുള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് തലമുറ കൈമാറി എൻ്റെ അടുത്ത് വന്നിട്ടുള്ളതാ.
അപ്പൊ ഇത് ഏത് കാലത്താണ് ഈ വിത്ത് ഇവിടെ ഉണ്ടായതും ഏത് കാലത്താണ് ഈ വിത്ത് ഇവിടെ നിലനിന്നെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വയനാട്ടിലെ കുറിച്ചറി എന്ന് പറയുന്നത് പരമ്പരാഗതമായിട്ട് എന്നാണോ മനുഷ്യര് ഇങ്ങനെ കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതലുള്ള നെൽവിത്തുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പൊ അത് ഏത് കാലം ഉണ്ടായെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പരാഗണം നടക്കുകയാണെങ്കിൽ ആ വിത്തിന് ഇന്ന് മുഴുവനും പല വിധത്തില് വംശനാശം സംഭവിക്കില്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ കയ്യിൽ ഈ വിത്ത് ഇത്രയും കാലം നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതങ്ങനെ ഒരു പരാഗണം നടക്കാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. ഒന്ന്. രണ്ടാമത്, മറ്റു സാധാരണ പൂമ്പൊടി പോലെ അല്ല നെല്ലിന്റെ പൂമ്പൊടി ഉണ്ടാവുന്നത്. അതായത് ഒരു നെല്ലിന്റെ പൂമ്പൊടി കാണിക്കുന്നത് നമ്മൾ ജിമിക്കി കമ്മല പോലെയാണ്, ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരു വണ്ടുകൾക്കോ തേനുകൾക്കോ ഈച്ചകൾക്കോ വന്നിരിക്കാൻ കഴിയില്ല. സാധാരണ പരാഗണം നടക്കുന്നത് വണ്ടുകളിൽ കൂടിയും തേനുകളിൽ കൂടിയും തുമ്പികളിൽ കൂടിയാണല്ലോ. പക്ഷെ അത് ഈ നെൽച്ചെടിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. അതിങ്ങനെ എന്താ പറയാ, കമ്മല് തൂങ്ങി നിൽക്കുന്നത് പോലെ ആ പൂമ്പൊടി ഇങ്ങനെ തൂങ്ങി നിൽക്കും. 24 മണിക്കൂർ കൊണ്ട് അത് റിട്ടേൺ ചെന്നിട്ട് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ആണ് അരിമണി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ നിരീക്ഷണവും കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അതില് ഇങ്ങനെ പരാഗണത്തിന് വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പറയാനും പറ്റൂല. ഒരു സംശയം കൊണ്ട്, ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതാണ് ഞാൻ. അല്ല, തീർച്ചയായിട്ടും അത് ചോദ്യം നല്ലത് തന്നെയാണ്. കാരണം ഒത്തിരി ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ടല്ലോ, ഇവിടെ വരുന്നവരൊക്കെ എന്നോട് പലയിടത്തും പരാമർശിക്കുന്നുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളിലും തീരുമാനം എടുക്കുന്നതും തീർപ്പ് കൽപ്പിക്കുന്നതും ഒക്കെ കാരണവന്മാരാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന പരിഗണനയെ കുറിച്ച് വെള്ളത്തടവ് വെക്കുക എന്നുള്ള ആചാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോ ഈ കാരണവന്മാരെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുടുംബത്തിലെ മുതിർന്ന പുരുഷന്മാരെയാണോ? അതില് കുടുംബത്തിലെ മുതിർന്ന അതൊന്ന് വ്യക്തമാക്കി തരാം. അതായത് ഞങ്ങളുടെ ഒരു കുലത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാരണവർ എന്ന് പറയാം. ഒരു കുലം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞങ്ങൾ തലക്കറ എന്നൊരു കുലം, അങ്ങനെ ഏകദേശം ഒരു 108 കുലം ഉണ്ടായിരുന്നു എന്നാണ് പണ്ട് കാലത്ത്. അത് മുഴുവനും വംശനാശം സംഭവിച്ചും പലതരത്തിലുള്ള നശീകരണത്തിൽ കൂടിയും കുറെ കുലങ്ങൾ നശിച്ചുപോയി. ഇപ്പൊ ഏകദേശം ഒരു 50ഓളം കുലങ്ങളുണ്ട്. ആ ഒരു കുലത്തില് ഒരു 10, 2000, 3000, 4000 ഇങ്ങനൊക്കെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കുറഞ്ഞ് ഇപ്പൊ ഒരു കുലത്തില് കൂടിപ്പോയാൽ ഒരു 1000, 2000 അംഗങ്ങളെ കാണുന്നുള്ളൂ. അപ്പം ആ കുലത്തില് ഞാൻ ഒരു കുലത്തില് ഏറ്റവും മുതിർന്ന ഒരാളാണ് കാരണവർ എന്ന് പറയുന്നത്. പ്രായം കൊണ്ടാണ്, അല്ലാണ്ട് അറിവ് കൊണ്ടല്ല. പ്രായം കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രായമുള്ളവരെ കാരണവർ എന്നും, ആ കാരണവർ എന്ന് പറയുമ്പോൾ നമ്മളെ ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ പരമാധികാരി ആണ് അവര്. അതായത് സുപ്രീം കോടതി ജഡ്ജിയെ പോലെ പരമാധികാരിയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനം
അന്തിമമാണ്. അദ്ദേഹം തീരുമാനിക്കണം എങ്കിൽ അന്ത്രോറി എന്ന് പറയുന്ന ഒരാളും പിന്നെ മൂന്നാംകൂറ് എന്ന് പറയുന്ന ഒരാളും അങ്ങനെ രണ്ടുപേരും കൂടി കുടുംബത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ച് വ്യക്തമായ തെളിവോടും കൂടി ഇദ്ദേഹത്തെ ധരിപ്പിക്കുക. അങ്ങനെ ധരിപ്പിക്കുമ്പോഴാണ് ഇദ്ദേഹമാണ് അതിന് അന്തിമ തീരുമാനം വിധിയും എഴുതുന്ന ആളാണ് കാർണോർ എന്നാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കുടുംബവാഴ്ച അങ്ങനെ പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ 90%, 90% 95% അധികാരം സ്ത്രീകൾക്കാണ്. കാരണം അമ്മ താവഴിയാണ്. അമ്മ കൂട്ടുകുടുംബ സ്വത്ത് നേരെ പറയുമ്പോൾ അമ്മ താവഴിയാണ്, അമ്മ സ്വത്താണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദി, ആ കുടുംബത്തിന്റെ പൂർണ്ണ ഉത്തരവാദി അമ്മയാണ്, സ്ത്രീയാണ്. പുരുഷന് 5% ഉള്ളൂ. കാരണം അതൊന്നും ശരി സാർ, ഞാൻ കുടുംബം അറിയാനുള്ളത് പറഞ്ഞ അമ്മയുടെ എന്റെ ഏട്ടൻ ഞങ്ങൾ അങ്ങനെ ഒരു താവഴിയാണ്. ആ താവഴിയിലെ ആളാണ് കാർണോറാവുക. ഓക്കെ സാർ, നന്ദി. രാമേട്ടാ, ഇതില് കുറെ വിത്തിനങ്ങൾ പറഞ്ഞതില് ഒരെണ്ണം വേദാന്തം അല്ലെ, സെബാസ്റ്റ്യൻ കോട്ടയം കൊടുന്ന അതങ്ങ് വളർന്നില്ല വയനാട്ടിലെന്ന് പറഞ്ഞു. എന്താ അത് വളരാഞ്ഞത് അവിടെ വയനാട്ടില്? അത് പിന്നെ ഇവിടെ വളരാനും പിന്നെ അത് ഗുണം വരുന്നില്ല. അതിന് ഒത്തിരി സമയം വേണം. പിന്നെ നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമല്ല. അതുകൊണ്ട് തന്നെ ആ വിത്ത് ഇവിടെ വിജയിക്കുന്നില്ല. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും സർ, താങ്ക് യു. ഞങ്ങളെല്ലാവരും ഈ പുസ്തകത്തിനും രാമേട്ടനും പരമാവധി പ്രചാരണം കൊടുക്കും. അടുത്തൊരു എഡിഷൻ വരുമ്പോ ഇതിൽ കുറച്ച് ഫോട്ടോസ് ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു എന്ന് തോന്നി. പറ്റുമെങ്കിൽ ആ നിർദ്ദേശം ഒന്ന് അവിടെ ഒന്ന് അറിയിക്കണം. കുറച്ച് ചിത്രങ്ങളെ നന്നായിരിക്കും. മാഷേ, ഞാനും ഒന്ന് പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എന്റെ ഒരു ആഗ്രഹം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പറഞ്ഞില്ലേ ഒരു 4-5 വിസിറ്റേഴ്സ് ബുക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതില് എന്റെ പേര് കൂടെ ഉൾപ്പെടുത്തണം എന്നൊരു ആഗ്രഹം എനിക്ക് നിൽക്കുന്നുണ്ട്. എപ്പോഴാണ് സാധിക്കുക എന്നൊന്നും അറിയില്ല. അപ്പൊ ഇത്രയും വലിയൊരാളെ ഓൺലൈനിൽ മാത്രമല്ല നേരിട്ട് കാണാനും ഒരു ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇനി പറഞ്ഞ പോലെ ആയുരാരോഗ്യ സൗഖ്യം ഇനി ഒരുപാട് നാളെ ഇതേപോലെ എല്ലാ കുട്ടികൾക്കും ഞങ്ങളെ പോലുള്ള എല്ലാവർക്കും വിവരങ്ങളും അറിവുകളും ഒക്കെ പകരാനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ ഈ ഗ്രാമത്തിന്റെ പേരെന്താണ് ശരിക്കും? ഇതിന്റെ പേര് ചെറുവയൽ കമ്മന എന്നാണ്. ചെറുവയൽ മാനന്തവാടിയെ കമ്മന ചെറുവയൽ എന്നാണ്. ഇപ്പൊ സംസാരിച്ച റാണി ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിച്ചതേ. അവര് അവിടെ ഉണ്ടോ തോന്നുന്നു ഒരു കമ്മന ഹള്ളി. ഈ കമ്മന അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? കമ്മന അല്ല, കമ്മന എന്ന് പറയുമ്പം പഴയകാലത്ത്
ഇവിടെ ഒരു മനയുണ്ടെന്നാ കേൾപ്പ്, അതായത് കന്മന. അത് കന്മന ലോപിച്ചാണ് കമ്മന എന്നായത്. വൈകാതെ ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് എത്തും. ആയിക്കോട്ടെ, സന്തോഷം. അപ്പൊ 1.5 മണിക്കൂറായി ഈ ഒരു ആയിക്കോട്ടെ, രാത്രി. എല്ലാവർക്കും സന്തോഷം കേട്ടോ. എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ഔപചാരികമായിട്ട് നന്ദി പറയുന്നുണ്ട്. ഒന്ന് സിമി. നന്ദി പറയുന്നത് 1ാം വർഷ BEd മലയാളം വിദ്യാർത്ഥിനി അക്ഷയ TS ആണ്. വ്യാഴാഴ്ച വായനാഴ്ചയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്റർ കൂടിയാണ് അക്ഷയ. അക്ഷയെ നന്ദി പറയുന്നതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം. അത്രമേൽ ക്ഷമയോടെ, അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു. വിത്ത് എന്ന മഹാത്ഭുതത്തെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്ന 7ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി മലയാള പാഠപുസ്തകത്തിലെ ചെറുവയൽ രാമന്റെ ആത്മകഥയിൽ നിന്നെടുത്ത പാഠസന്ദർഭത്തെ സ്മരിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇന്നത്തെ ഈ പുസ്തക നിരൂപണ പരിപാടിയിൽ നന്ദി അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നമ്മുടെ കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മാമിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. പരിപാടിയിൽ സ്വാഗതമർപ്പിച്ച് സംസാരിച്ച പ്രിയ സുഹൃത്ത് അഖില VSന് നന്ദി പറയുന്നു. ഏറെ തിരക്കുകൾക്കിടയിലും നമ്മുടെ കൂടെ ആദ്യാവസാനം വരെ പങ്കെടുത്ത് വിലയേറിയ സമയം സ്നേഹപൂർവ്വം ചിലവഴിച്ച, രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിത്വം ചെറുവയൽ രാമൻ സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ചെറുവയൽ രാമൻ എന്ന ആത്മകഥാ പുസ്തകത്തെ നമ്മളിലേക്ക് എത്തിച്ച, മണ്ണിനെ അറിഞ്ഞ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുത്തിയ അജീഷ് കുമാർ സാറിന് സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഈ പരിപാടിയെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ മാഷിനും ഡോക്ടർ ഹീര മാമിനും ലൈബ്രറിയൻ മോണിക്ക മാമിനും സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലയന ടിക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഈ പരിപാടിയെ ആദ്യാവസാനം വരെ ചിട്ടയായും ഭംഗിയായും മുന്നോട്ട് നയിച്ച മോഡറേറ്റർ സിമി റോസ് ഔസേപ്പച്ചനും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഈ പരിപാടിയുടെ വിജയം നമ്മൾ ഓരോരുത്തരുമാണ്. ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വ്യാഴാഴ്ച വായനാഴ്ച ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി. അയ്യോ, രാമേട്ടൻ പോയോ? ഏയ്